പാകിസ്ഥാൻ ഇപ്പോൾ ഛിന്ന ഭിന്നമാകുന്ന അവസ്ഥയിലാണ്. ക്രമസമാധാന നില ബലൂചിസ്ഥാനും സിന്ധ് പഞ്ചാബ് പ്രവിശ്യകളിലുമൊക്കെ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ അജ്ഞാതൻ പൂണ്ട് വിളയാടി പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും ISIയുടെയും ഒക്കെ സംരക്ഷണ വലയത്തിൽ കഴിഞ്ഞ അബ്ദുൽ ഖത്തൽ എന്ന് പറയുന്ന കൊടും ഭീകരനെ കൊന്നൊടുക്കി. ഈ ഖത്തൽ ഹാഫിസ് സയ്യിദിൻ്റെ വലങ്കൈയായിരുന്നു. ഈ ആക്രമണത്തിൽ ഹാഫിസ് സയ്യിദിനും വെടിയേറ്റു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹം എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതിനെയൊക്കെ ചൊല്ലി പാക് മാധ്യമങ്ങൾ ജനങ്ങൾക്കിടയിൽ ഒരു ഒപ്പീനിയൻ പോൾ നടത്തുകയുണ്ടായി, ഒരു സർവേ നടത്തുകയുണ്ടായി. ആ സർവേയിൽ ജനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: ഹാഫിസ് സയ്യിദും ദാവൂദിനെയുമൊക്കെ ഇന്ത്യക്ക് തന്നെ വിട്ടുകൊടുക്കണം, ഇല്ലെങ്കിൽ പണി ഇരന്നു വാങ്ങും. കാരണം ഈ രണ്ടുപേരും ഇന്ത്യയിൽ കൊലപാതകങ്ങൾ ഉൾപ്പെടെ ചെയ്തവരാണ്. അതുകൊണ്ട് അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇതിൻ്റെ പേരിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഉലയുന്നത്. എന്തിനാണ് നമ്മൾ ഇവരുടെ ബാധ്യത ഏറ്റെടുക്കുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഏറെപ്പേരും അത്തരത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്. ഒപ്പം തന്നെ അവരെല്ലാവരും കരുതുന്നത് ഇന്ത്യയുടെ റോയാണ് ഈ അജ്ഞാതന്മാർ എന്നാണ്. ഈ റോയുടെ കളികളാണ് ഈ അജ്ഞാതൻ്റെ പേരിൽ പാകിസ്ഥാനിൽ ഉള്ള ഈ ഭീകരന്മാരെ കൊലപ്പെടുത്തുന്നത്. അത് എവിടെ പോയി ഒളിച്ചാലും അത് സംഭവിച്ചിരിക്കും. അവർ തന്നെ പറയുന്നത് ഈ ഹാഫിസ് സയ്യിദൊക്കെ എത്ര സംരക്ഷണ കവചം പാകിസ്ഥാൻ സേന കൊടുത്താലും അവർ, അതായത് റോ ഇല്ലെങ്കിൽ ഇന്ത്യ, ഈ ഹാഫിസ് സയ്യിദിനെ കൊന്നിരിക്കും. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ നല്ലത് ഇവരെ രണ്ടുപേരെ വിട്ടുകൊടുത്ത് ഇന്ത്യ പാക് ബന്ധം മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത്. നിലവിൽ പാകിസ്ഥാൻ്റെ ബന്ധങ്ങൾ ചൈനയുമായിട്ടുള്ളതും ഇറാനായിട്ടുള്ളതും അഫ്ഗാനിസ്ഥാനായിട്ടുള്ളതുമൊക്കെ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ത്യയെ പോലെ അനുദിനം വലിയ വളർച്ചയിലേക്ക് നീങ്ങുന്ന ഒരു രാജ്യവുമായി ശത്രുത വെടിഞ്ഞ് സമാധാനത്തിൽ പോകണം. അതിന് ഏറ്റവും നല്ല മാർഗം ഈ ഹാഫിസ് സയ്യിദിനെയും ദാവൂദിനെയും ഒക്കെ വിട്ടുകൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവരെ സംരക്ഷിച്ചുകൊണ്ട് പ്രത്യേക നേട്ടമൊന്നുമില്ല. സംരക്ഷിച്ചാലും അവർ ഇവരെ തീർത്ത് കളയുക തന്നെ ചെയ്യും എന്ന് പാക് ജനത വിശ്വസിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.